പ്രിയ ഉദ്യോഗാർത്ഥികളെ, പ്രമുഖ ദേശസാൽകൃത ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IT മേഖലയിലുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. തുടക്കക്കാർക്ക് ഉള്ള അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിലേക്ക് 798 വേക്കൻസിയാണുള്ളത്. അസിസ്റ്റൻറ്റ് മാനേജർ സിസ്റ്റം എന്ന വേക്കൻസിയിലേക്ക് 798 വേക്കൻസീസാണുള്ളത്. ഇത് ബിടെക് ഗ്രാജുവേറ്റ്സിന് അല്ലെങ്കിൽ MCAക്കാർക്ക്, MSc കമ്പ്യൂട്ടർ സയൻസുകാർക്ക്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, IT എടുത്തവർക്ക്, MSc കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്ക്, MCA എടുത്തവർക്ക് ഒക്കെ ഇതിന് അപേക്ഷിക്കാം. പരീക്ഷ ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും പേഴ്സണൽ ഇൻട്രാക്ഷൻ്റെയും ബേസിസിലായിരിക്കും. വളരെ ആകർഷകമായ ഒരു സാലറി പാക്കേജൊക്കെയാണ് അവർക്കുള്ളത്. നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. ഞാൻ വളരെ ബ്രീഫായിട്ട് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് പറയാം. ടോട്ടൽ 798 വേക്കൻസീസാണ് ഉള്ളത്, ബാക്ക്ലോഗ് ഉൾപ്പെടെ. 784 വേക്കൻസി പുതിയതും 14 ബാക്ക്ലോഗോട് ചേർത്ത് 798 വേക്കൻസിയാണുള്ളത്. ഇതിൽ ഗവൺമെൻറ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ആനുപാതികമായ റിസർവേഷനും ഉണ്ടാകും. ഇനി ഈ പരീക്ഷയുടെ തീയതി അവർ വ്യക്തമായി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ക്വാളിഫിക്കേഷൻ എല്ലാം തന്നെ 31/8 ഓഗസ്റ്റ് 31-നാണ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഓഗസ്റ്റ് 31, 2024 നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം. നിങ്ങളുടെ ബിടെക് ഡിഗ്രി ആവട്ടെ, അല്ലെങ്കിൽ MCA ആവട്ടെ, MSc കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ, നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇനി ഈ പരീക്ഷ ടെസ്റ്റ് ഓഫ് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ IT നോളജ്. ഇതിൽ ടെസ്റ്റ് ഓഫ് റീസണിങ് 15 ചോദ്യം 15 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 15 ചോദ്യം 15 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 20 ചോദ്യം 20 മാർക്ക്. ഇത് മൂന്നും ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് മൂന്നും ക്വാളിഫയിങ് ഇൻ നേച്ചർ ആൻഡ് മാർക്ക് സ്കോർഡ് വിൽ നോട്ട് ബി ആഡഡ് ടു യുവർ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഇതെല്ലാം ക്വാളിഫൈ ചെയ്താൽ മതി. പക്ഷേ ക്വാളിഫൈ ചെയ്തില്ല എങ്കിൽ, ഒരു ആവറേജിൽ ക്വാളിഫൈ ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ പാസ്സാവില്ല. ജനറൽ അവയർനെസ്സിൻ്റെ മാർക്കാണ് യഥാർത്ഥത്തിൽ റാങ്ക് ലിസ്റ്റിന് കൗണ്ട് ചെയ്യുന്നത്. അത് 60 ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ ആദ്യത്തെ 3 പേപ്പറിന് 50 ചോദ്യം 50 മിനിറ്റ്, 50 മാർക്ക് 45 മിനിറ്റ്. പ്രൊഫഷണൽ നോളജ്, ജനറൽ IT നോളജിന് 60 ചോദ്യങ്ങൾക്ക് 100 മാർക്കാണ്. അത് 75 മിനിറ്റ്. ഇങ്ങനെയാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കരിയർ എന്ന പേജ് നോക്കുക. പരീക്ഷ വെറുതെ അങ്ങ് പാസ്സായി വരാൻ പറ്റില്ല, നല്ലപോലെ പഠിച്ചേ പറ്റുള്ളൂ. അതുപോലെ ഈ IT ക്വസ്റ്റിൻ്റെ ചോദ്യത്തിൻ്റെ സ്പ്ലിറ്റും അവർ പറഞ്ഞിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാ സപ്പോർട്ട്, നെറ്റ്വർക്കിംഗ്, ക്ലൗഡ് ഓപ്പറേഷൻസ്, ഇങ്ങനെ ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 60 ചോദ്യങ്ങൾ, അത് 100 മാർക്കിനെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നന്നായി പഠിക്കുക. പരീക്ഷാ തീയതി അവർ പ്രഖ്യാപിച്ചിട്ടില്ല. അവർ അപേക്ഷിക്കുന്ന മുറയ്ക്ക് അവർ അറിയിക്കും. നല്ലതുപോലെ പഠിക്കുക, വിജയം ഉറപ്പാക്കുക. താങ്ക് യു.